എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കൊച്ചിയിലെ ജൂതപ്പള്ളി കാണാൻ പോയാലോ എന്ന് കുറേ നാളായി ചിന്തിച്ചിരുന്നു കേട്ടോ. ഒടുവിൽ അതിനൊരവസരം കിട്ടി. അങ്ങനെ ഞങ്ങൾ മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി കാണാനെത്തി. നട്ടുച്ച പൊരിവെയിലിൽ ചുട്ടുപൊള്ളി ആകെ വശം കെട്ടു. പക്ഷേ സിനഗോഗിൻ്റെ അകത്തളത്തിലെത്തിയപ്പോൾ ആകെ ഒരു തണുപ്പ്. കൊച്ചി അതിൻ്റെ ഉഷ്ണം മറന്ന പോലെ. ചിന്തകൾ പഴയ ജൂതചരിത്രം തേടി അലഞ്ഞു. കേരളത്തിലെ ജൂതന്മാരുടെ വരവും അതേ തുടർന്നുണ്ടായ വാണിജ്യ ബന്ധങ്ങളും മറ്റും വിവരിക്കുന്ന ചരിത്രക്കുറിപ്പുകളും ചിത്രങ്ങളും മറ്റും മ്യൂസിയത്തിൽ കണ്ടു. മ്യൂസിയത്തിൻ്റെ ജനലഴികളിൽ പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു. മുറ്റത്തെ മതിലിൽ ഒരു നക്ഷത്ര ചിഹ്നവും കാണാം. പിന്നെ നേരെ ദേവാലയത്തിനകത്തേക്ക്. നിങ്ങളീ കാണുന്നതാണ് സിനഗോഗിൻ്റെ ഉൾഭാഗം. 450 വർഷത്തിലേറെ പഴക്കമുള്ളതും കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പുരാതനവുമായ സിനഗോഗാണിത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും പലായനം ചെയ്ത് കൊച്ചിയിൽ അഭയം പ്രാപിച്ച ജൂത സമൂഹത്തിനു വേണ്ടി 1568 നിർമ്മിക്കപ്പെട്ടതാണ് ഈ ദേവാലയം. സെഫാർഡിക് പാരമ്പര്യങ്ങൾ പിന്തുടരുന്നതാണ് സിനഗോഗിൻ്റെ ഘടന. ജെറുസലേമിനെ അഭിമുഖീകരിച്ച് പടിഞ്ഞാറോട്ടാണ് സിനഗോഗ് നോക്കുന്നത്. പ്രധാന പ്രാർത്ഥനാ ഹാളിൻ്റെ പ്രവേശന കവാടത്തിലെ 2 പിച്ചള തൂണുകൾ സോളമൻ്റെ ക്ഷേത്രങ്ങളിലെ തൂണുകളുടെ പ്രതീകമാണത്രേ. തോറ സ്ക്രോളുകൾ സ്വർണ്ണ കിരീടങ്ങൾ കൊണ്ട് മൂടി വെള്ളിക്കൂടുകളിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. നിരവധി കിരീടങ്ങൾ കൊച്ചി മഹാരാജാവിൻ്റെ സമ്മാനങ്ങളായിരുന്നു അത്രേ. ഓരോ കൂടിലും പഴയ നിയമത്തിൻ്റെ ഓരോ കൈയെഴുത്ത് ചുരുൾ അടങ്ങിയിരിക്കുന്നു. ഹാളിൻ്റെ നടുഭാഗത്ത് കാണുന്ന ക്യാൻഡിലറുകൾ ബെൽജിയത്തിൽ നിന്നും കൊണ്ടുവന്നവയാണത്രേ. നിലത്തുപാകിയ ടൈലുകളെല്ലാം തന്നെ ചൈനയിൽ നിന്നും കൊണ്ടുവന്നവയാണ്. അവ കൈകൊണ്ട് സസ്യജന്യമായി നിറം ചേർത്തവയാണ്. വളരെ പ്രൗഢിയോടെ നിൽക്കുന്ന ഈ ജൂത ദേവാലയം കേരള ചരിത്രത്തിൻ്റെ ഏടുകളിൽ വളരെ പ്രാധാന്യത്തോടെ തന്നെ ഇടം പിടിച്ചിരിക്കുന്നു. വിസ്മയകരങ്ങളായ മറ്റനവധി വിശേഷങ്ങളുമായി വീണ്ടും കാണാം. സ്നേഹത്തോടെ വിട.